പഹൽഗാമിന് പിന്നിൽ പാക് പങ്ക് വ്യക്തം. ഓപ്പറേഷൻ സിന്ദൂർ നീണ്ടത് 25 മിനിറ്റ്. മുംബൈ ആക്രമണ ഭീകരർക്ക് പരിശീലനം നൽകിയ കേന്ദ്രം തകർത്തു. സാധാരണക്കാരെ ബാധിക്കാത്ത നിലയിൽ തിരിച്ചടി നൽകി. തിരിച്ചടി നൽകിയത് കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. ലക്ഷ്യമിട്ടത് ഭീകരരുടെ 21 ക്യാമ്പുകൾ. അതിൽ 9 തകർത്തു. കൊല്ലപ്പെട്ടത് ഭീകരർ മാത്രം എന്നും സേന. പഹൽഗാമിലത് പൈശാചിക ആക്രമണം. ഓപ്പറേഷൻ സിന്ദൂർ 1971 ശേഷം ആദ്യമായി സേനകളുടെ സംയുക്ത ആക്രമണം. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് 2 ആഴ്ച പിന്നിടുന്ന വേളയിൽ പാകിസ്ഥാനിലും പാക്കാധീന കാശ്മീരിലുമായി 9 ഭീകര കേന്ദ്രങ്ങളിലാണ് ഇന്ത്യൻ സേന തിരിച്ചടിച്ചത്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം ആദ്യമായാണ് കര, നാവിക, വ്യോമസേനകൾ സംയുക്തമായി പാകിസ്ഥാനെതിരെ അണിനിരക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പുലർച്ചെ 1:44 ഇന്ത്യയുടെ തിരിച്ചടി. കാശ്മീരിൽ ആക്രമണം നടത്താനായി ആസൂത്രണം നടത്തിയ ഭീകര കേന്ദ്രങ്ങളാണ് സേന തകർത്തത്. പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയിട്ടില്ല. ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് കേന്ദ്രം, മുരിദ്കയിലെ ലഷ്കർ-എ-തൊയ്ബ കേന്ദ്രം എന്നിവ ഇന്ത്യൻ സേനയുടെ സർജിക്കൽ സ്ട്രൈക്കിൽ തകർത്തു. സേന വൈകാതെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നീതി നടപ്പാക്കിയെന്നും കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ വെളിപ്പെടുത്തുമെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ സൈന്യം പ്രതികരിച്ചു. ഹാഫിസ് സയ്യിദ് നയിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തയ്ബയുടെ ആസ്ഥാനമാണ് മുരിദ്കെ. പഞ്ചാബ് പ്രവിശ്യയിലാണ് ജെയ്ഷെ മുഹമ്മദ് കേന്ദ്രമായ ബഹവൽപൂർ. 5 മിസൈൽ ആക്രമണമുണ്ടായെന്നും 3 പേർ കൊല്ലപ്പെട്ടെന്നും 12 പേർക്ക് പരിക്കേറ്റതായും പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്കാൽപ്പ് മിസൈലുകൾ ഉപയോഗിച്ചാണ് ഭീകര ക്യാമ്പുകൾ തകർത്തത്. അതിർത്തി കടന്ന് ആക്രമിച്ചിട്ടില്ലെന്ന് ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യയുടെ തിരിച്ചടിക്ക് പിന്നാലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈന്യം വെടിവെപ്പ് ആരംഭിച്ചതോടെ മേഖലയിലെ ജനങ്ങളെ ബങ്കറുകളിലേക്ക് മാറ്റി. ശ്രീനഗർ, ജമ്മു, ലേ, ധരംശാല, അമൃത്സർ വിമാനത്താവളങ്ങൾ അടച്ചു. എന്നാൽ ഇന്ത്യയുടേത് താൽക്കാലിക ആനന്ദമാണെന്ന് പാകിസ്ഥാൻ. തിരിച്ചടിക്കുമെന്ന് പാക് സൈനിക വക്താവ്. 4 ഡ്രോണുകൾ ഉപയോഗിച്ച് അർദ്ധരാത്രി 12:37 ഇന്ത്യ ആക്രമണം തുടങ്ങി. 30 ഭീകരർ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് തിരിച്ചടി നൽകി ഇന്ത്യ. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സൈനിക ആക്രമണത്തിൽ പാക് അധീന കാശ്മീരിലെ 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്താണ് ഇന്ത്യ തിരിച്ചടിച്ചത്. നീതി നടപ്പാക്കിയെന്ന് സമൂഹമാധ്യമങ്ങളിൽ സൈന്യം പ്രതികരിച്ചു. ഭീകരരുടെ കേന്ദ്രങ്ങൾ കൃത്യമായി സ്കെച്ച് ചെയ്താണ് സൈന്യം സംയുക്ത ആക്രമണം നടത്തിയത്. ജെയ്ഷെ മുഹമ്മദ് സ്വാധീന മേഖലയിൽ ആദ്യം ആക്രമണം. മസൂദ് അസറിന്റെ കേന്ദ്രവും ആക്രമിച്ചു. ആക്രമണത്തിൽ 30 ഭീകരർ കൊല്ലപ്പെട്ടെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 55-ൽ അധികം പേർക്ക് പരിക്കേറ്റു. മുസാഫാദിലെ ഭീകരകേന്ദ്രം നിലംപരിശാക്കി. ഭീകരരുടെ കൺട്രോൾ റൂം തകർത്തു. 88 എന്ന് കോഡുള്ള കൺട്രോൾ റൂമാണ് തകർത്തത്. ഓപ്പറേഷൻ സിന്ദൂറിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് പാക് സൈനിക വക്താവ്. താൽക്കാലിക സന്തോഷത്തിന് ശാശ്വത പരിഹാരമുണ്ടാകും. ഇന്ത്യയുടേത് താൽക്കാലിക ആനന്ദമാണെന്നും തക്ക സമയത്ത് മറുപടി നൽകുമെന്നും പാക് സൈനിക വക്താവ്. ഓപ്പറേഷൻ സിന്ദൂർ കര-വ്യോമസേനകളുടെ സംയുക്ത ഓപ്പറേഷൻ. ആക്രമണത്തിന് മുമ്പ് പുലർച്ചെ 1:30 മുതൽ സൈന്യം വ്യോമാഭ്യാസം നടത്തി. ജയ്സാൽമീറിൽ ഉൾപ്പെടെ വ്യോമാഭ്യാസം നടത്തി. കൃത്യതയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഓപ്പറേഷൻ. ആകാശ് മിസൈലിലൂടെ ആ പ്രത്യാക്രമണം തകർത്ത് ഇന്ത്യൻ സേന. ഇന്ത്യയുടെ മിന്നൽ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ ചൈനയുടെ സമാനമായ JF-17 യുദ്ധവിമാനവുമായി കുതിച്ചുയർന്ന പാകിസ്ഥാൻ. അത് വെടിവെച്ചിട്ട് കലാമിൻ്റെ ആ സമ്മാനം. വീണ്ടും ചൈനീസ് ചതി തിരിച്ചറിഞ്ഞ് പാകിസ്ഥാൻ. ഇന്ത്യയെ ഭയപ്പെടുത്താനെത്തിയ പാക് യുദ്ധവിമാനവും പണിവാങ്ങിക്കൂട്ടി. ഇതിനുവേണ്ടി ചൈനയിൽ നിന്നും സമ്മാനവുമായി കിട്ടിയ JF-17 വിമാനവുമായി പാകിസ്ഥാൻ എത്തി. ഇതിനെ ഇന്ത്യ വെടിവെച്ചിട്ടു. ഇന്ത്യയുടെ ആകാശ് മിസൈലാണ് ആ ദൗത്യം നിർവഹിച്ചത്. ഇന്ത്യൻ ആകാശപാതയിലേക്ക് കയറാനുള്ള കരുത്ത് പാകിസ്ഥാനില്ലെന്നുകൂടി പറയുകയാണ് ഇതിലൂടെ ഇന്ത്യ. വ്യാജ ആരോപണങ്ങളുമായി പാകിസ്ഥാൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ 5 വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന കള്ളക്കഥയാണ് അവർ പറയുന്നത്. ഇന്ത്യൻ സൈനിക കേന്ദ്രം തകർത്തുവെന്നും പറയുന്നു. എന്നാൽ ഇതെല്ലാം പൊള്ളത്തരമാണ്. ചൈനയിൽ നിന്ന് കിട്ടിയ യുദ്ധവിമാനം ഇന്ത്യ വെടിവെച്ചിട്ട നിരാശയിലാണ് പാകിസ്ഥാൻ. ഓപ്പറേഷൻ സിന്ദൂറിലെ പ്രതിരോധത്തിലൂടെ താരമാകുകയാണ് ഇന്ത്യയുടെ ആകാശ് മിസൈൽ. ഈ മിസൈലാണ് ചൈനയുടെ പാകിസ്ഥാനായുള്ള യുദ്ധവിമാന സമ്മാനത്തിൻ്റെ ദൗർബല്യം ലോകത്തെ അറിയിച്ചത്. ഇതോടെ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുകയായിരുന്നു എന്ന് പാകിസ്ഥാനും തിരിച്ചറിയുന്നു. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൻ്റെ 15-ാം നാളാണ് ഇന്ത്യയുടെ തിരിച്ചടി. പാക് വ്യോമസേനയെ ശക്തിപ്പെടുത്തുന്നതിനായി ആദ്യ വിവിധോദ്ദേശ JF-17 യുദ്ധവിമാനം കേടുപാടുകൾ തീർത്ത് പാകിസ്ഥാന് ചൈന കൈമാറിയാണ് 1919-ലാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന വിമാന നിർമ്മാണ വികസന പദ്ധതിയുടെ ഭാഗമായിരുന്നു ഇത്. ഇത്തരം
എൻജിൻ ജെറ്റുകളുടെ ആദ്യ ബാച്ച് 2007 കൈമാറിയിരുന്നു. വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി തീർത്ത് 2017 തുടങ്ങിയത്. JF പോർവിമാനങ്ങളെക്കാൾ വളരെയേറെ മികച്ചതാണ് ഇന്ത്യയുടെ തേജസ് പോർവിമാനം എന്നാണ് പ്രതിരോധ മേഖലയിലെ വിദഗ്ധരുടെ അഭിപ്രായം. പാക് ചൈനീസ് പോർവിമാനത്തേക്കാൾ വില കൂടുതലാണെങ്കിലും പ്രകടനത്തിന്റെ മികവ് കൊണ്ട് തേജസ് മികച്ചു നിൽക്കുന്നു എന്നാണ് വിലയിരുത്തൽ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഭൂതല വ്യോമ മിസൈലാണ് ആകാശ്. 30 കിലോമീറ്റർ വരെ ദൂരപരിധിയിലെ ലക്ഷ്യസ്ഥാനം ഇത് തകർക്കാറുണ്ട്. 18 കിലോമീറ്റർ ഉയരത്തിലുള്ള ലക്ഷ്യസ്ഥാനവും ആകാശ് എത്തും. 45 കിലോമീറ്റർ പരിധി നിലവിൽ ഈ മിസൈലിനുണ്ട്. പ്രധാനമായും വിമാന ആക്രമണങ്ങളെ തകർക്കാൻ ഇതിന് ശേഷിയുണ്ട്. ആളില്ലാ പ്രതിരോധ വിമാനങ്ങൾ, ഡ്രോണുകൾ, ഹെലികോപ്റ്ററുകൾ, യുദ്ധവിമാനങ്ങൾ ഇവയിൽ നിന്നെല്ലാം ഉണ്ടാകുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ആകാശ് മിസൈൽ സംവിധാനത്തിനാകും. യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ചൈനയുടെ ഭീഷണി നിലനിൽക്കെ തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലുകൾ പരീക്ഷിച്ച് ഇന്ത്യൻ വ്യോമസേന കരുത്തുകാട്ടിയിരുന്നു. ആന്ധ്രാപ്രദേശിലെ സൂര്യലങ്ക ടെസ്റ്റ് ഫയറിംഗ് റേഞ്ചിലായിരുന്നു കഴിഞ്ഞയാഴ്ചത്തെ പരീക്ഷണങ്ങൾ. ആകാശ് മിസൈലുകൾക്കൊപ്പം ഇംഗ്ല മിസൈലുകളും പരീക്ഷിച്ചു. ഈ 2 മിസൈലുകളും നിലവിൽ കിഴക്കൻ ലഡാക്കിന് വിന്യസിച്ചിട്ടുണ്ട്. ആകാശ് മിസൈലുകൾ അടുത്തിടെ പരിഷ്കരിച്ചവയാണ്. പാകിസ്ഥാനും പാക് അധീന കശ്മീരിലുമുള്ള 9 ഭീകര ക്യാമ്പുകളെ ലക്ഷ്യമിട്ട പ്രിസിഷൻ സ്ട്രൈക്കുകളാണ് നടത്തിയതെന്ന് ഇന്ത്യയുടെ വിശദീകരണം. അതേസമയം 3 സ്ഥലങ്ങളിലാണ് ആക്രമണം ഉണ്ടായതെന്ന് പാകിസ്ഥാൻ പറയുന്നു. പാക് അധീന കാശ്മീരിലും പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലും പല സ്ഥലങ്ങളിലും സ്ഫോടന ശബ്ദങ്ങൾ ഉയർന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ ആക്രമണം പ്രകോപനമാണെന്നും ഉചിതമായ സമയത്ത് തിരിച്ചടി നൽകുമെന്നുമാണ് പാക് അധീന വക്താവ് ലൈഫ് അഹമ്മദ് ഷരീഫ് ചൗധരി പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് സൈനിക നടപടിക്ക് ഇന്ത്യ പേര് നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാത്രി ഉടനീളം ഓപ്പറേഷൻ നിരീക്ഷിച്ചു.